അതെ, അമ്മിക്കല്ല് ആട്ടുകല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ വീട്ടില്, ഇടയ്ക്കൊക്കെ എടുത്തു വെച്ച് അരച്ചോ. ഞാനിപ്പോൾ പറയാൻ വന്ന അതിനല്ല, എനിക്കും ഈ അമ്മിക്കല്ലിനും ഒരു വലിയ ഓർമ്മയുണ്ട്. എൻ്റെ വല്യമ്മച്ചിയില്ലേ എപ്പോഴും പറയും, ഈ അമ്മിക്കല്ലിൽ അരച്ച് കഴിഞ്ഞിട്ട് നന്നായി ക്ലീൻ ചെയ്തൊക്കെ വെക്കണം അമ്മി വെക്കുന്ന സ്ഥലമൊക്കെ. കാരണം പണ്ടൊക്കെ ഉള്ളവർ പെണ്ണ് കാണാൻ വരുമ്പോഴേ അമ്മിക്കല്ലിൻ്റെ ഭാഗം ക്ലീൻ ആണോ എന്ന് നോക്കും. അപ്പോഴറിയാം വധുവിൻ്റെ വീട്ടിലെ ക്ലീൻലിനെസ്സിനെ പറ്റിയെന്ന് വല്യമ്മച്ചി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോൾ സമയം കിട്ടണോ ഞാൻ ഈ വന്ന് ഈ അമ്മിക്കല്ലിന് ചുറ്റും കിടന്ന് കറങ്ങി അതൊക്കെ ക്ലീനാക്കി വെച്ചിട്ട്, കുറച്ചും കൂടെ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ. അതിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്നാൽ ഞാൻ ഊണ് കഴിക്കുക. ഇപ്പോഴൊക്കെ ഇല്ലേ വീടുകളൊക്കെ ഹോട്ടൽസ് പോലെ ആയിട്ടുണ്ടല്ലേ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ച് 4 കോഴ്സ് ഡിന്നർ പോലെ നല്ല നല്ല പ്ലേറ്റ്സ് ഒക്കെ വെച്ച്. ഞാനങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് അതിൽ ചോറെല്ലാം വാരിയിട്ട് ഇതിൻ്റെ മണ്ടയിൽ വന്നിരുന്ന് കഴിക്കും. ഈ ചെടികളൊക്കെ ഇത്തിരി ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട്, അങ്ങോട്ട് തിരിച്ച്, അങ്ങനെയല്ല ഇങ്ങോട്ട് തിരിക്കുക, അത് തിരിച്ചിട്ട് ഇനി ഇങ്ങോട്ട് കാണിക്കും. അതാ ഞാനൊരാളെ പഠിപ്പിക്കുക. അപ്പോൾ ഇതുപോലെ ഈ ചെടികളൊക്കെ കണ്ടിട്ട് ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു എപ്പോഴും. അതായത് എൻ്റെ ബ്രദർ പറഞ്ഞേ, ഓക്കെ ചേച്ചിക്ക് പുറത്തിരുന്ന് കഴിക്കാനല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവനൊരു വലിയ വരാന്ത ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പുറകിൽ. ഞാൻ എപ്പോഴും അവിടെ വന്നിരുന്നേ കഴിക്കുള്ളൂ. ഇതൊക്കെ ഒരു സുഖമല്ലേ. ഹോട്ടലിൽ പോയി കഴിക്കണമെങ്കിൽ അവിടെ പോവുകയാണെങ്കിൽ അവർ വിളമ്പി തരും, അത് കഴിയുമ്പോൾ അവർക്ക് അവിടെ തുടച്ച് മിനുക്കി വെക്കും. അത് ഹോട്ടൽ, ഇത് വീട്. ഇവിടെ കുറച്ച് ചറപറാന്നൊക്കെ ഉണ്ടാവും. എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഇല്ല കേട്ടോ. ചിയേഴ്സ്.